എല്ലാവർക്കും സൈനാസ് ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലെ 6 മണി നല്ല വെളിച്ചം വെച്ചാണ് കേട്ടോ. എന്താ സൺഡേ ആണ്, കുറച്ച് നേരം കിടന്നുറങ്ങാൻ വിചാരിച്ചു. പക്ഷേ നമുക്ക് സൺഡേ ഒഴിവുള്ള ദിവസം കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചാൽ അത് മാത്രം കഴിയില്ല. അല്ലാത്ത ദിവസമാണെങ്കിൽ നേരം വൈകി എണീക്കും. പക്ഷേ സൺഡേ ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങാൻ വിചാരിച്ചാലും നേരത്തെ എണീറ്റ് പോകും. അതെന്താണെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയക്കുട്ടി വരാനായി. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു ഗാർഡൻ കാണിച്ചു തരാം. കാണില്ലേ ഈ ഒരു ഗാർഡൻ. അപ്പോൾ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. കാരണം അവളിപ്പോൾ പോയിട്ട് ഇപ്പോൾ 3 മാസം ആവാനായി. അപ്പം 7th അവൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സോഫൊക്കെ ക്ലീൻ ആക്കണം. അപ്പോൾ ഇത് മൊത്തം ഒന്നൊന്നര പണിയാണ്. മൊത്തം പൊടി തട്ടി വാഷ് ചെയ്ത് ഇട്ട് ഉണക്കിയിട്ട് വേണം ചേച്ചിയോടെ വെക്കാൻ. പിന്നെ അവളെ സൈക്കിള് റെഡിയാക്കാണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. അല്ല, ഒന്നൊന്നര പണിയാണ്. എന്നാലും മാക്സിമം ശ്രമിച്ച് നോക്കാം. രാവിലെ തന്നെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലേക്കാരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഈ വെയിലത്ത് അപ്പോൾ ഓരോന്നായിട്ട് മാറ്റി വെച്ചിട്ട് വേണം തുടങ്ങാൻ. വെയിറ്റാണ് കേട്ടോ. നല്ല പൊടിയുണ്ട്. അപ്പം അലർജി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേമാതിരി കിട്ടിട്ട് അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കും. ஓகே, எங்கே அம்பு இவ்வளோ சீக்கிரம் போகுதா? இன்னைக்கா? ஐயோ, காலையில் எங்கே போகுது? போகவே இல்லையா? அம்பு நீ போகுதா? போக வேண்டாம். அப்போ போவாதடா, அப்போ போவாது வா. ஏன்னா நீ சாயந்தரம் வரும்போது நான் இருக்காது இங்கே. நாங்கள் வெளியில் போயிடும். சண்டே தானே. ஒரு உண்மைதா கிஸ் தான். நீ போனா ஜோயா வருவா 2 நாள் கழிச்சா. அக்கா வருவா, நீ போண்டா. போடின்னு விட்டுறோம். ஓகே, നല്ല വെയിറ്റാണ്. നല്ല നല്ല പൊടിയുണ്ട് കേട്ടോ. കാരണം അതൊക്കെ മാറ്റൊക്കെ വലിച്ചിട്ട് കൊട്ടിയപ്പോൾ ഒരുപാട് പൊടിയുണ്ട്. കാരണം 3-4 മന്തായി ഞാനത് വാഷ് ചെയ്തിട്ട്. ബേബി ഇല്ലാത്തതുകൊണ്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, 1.5 ചളി നല്ല ചൂടുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ 7 ആവണുള്ളൂ. പക്ഷേ ഈ സമയത്തുള്ള ചൂട് ഞാൻ 10 ആകുമ്പോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങണം. ഒന്ന് അടിച്ച് തരാം. ഓക്കെ, പൊടിയുണ്ട്. അലർജി നാളെ പിടിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ അല്ലേ. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് മാറ്റ് വാഷ് ചെയ്യാൻ. രാവിലെ തന്നെ ആകുമ്പോൾ ആരും ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ തന്നെ ക്ലീൻ ആക്കിയാൽ എനിക്കത് കേട്ടോ. കാരണം ഇത് തന്നെ നമ്മൾ പേഴ്സണലായിട്ട് വെച്ചതാണ്. അപ്പോൾ അത് മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു ഇടല്ലേ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പല്ലി എൻ്റെ അമ്മോ, നടവ് കേട്ടോ കേട്ടോ. ഇതൊക്കെ ഗൈസ്, നമ്മൾ വേർത്ത് കുളിക്കുന്നു. വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി ക്ലീൻ ആക്കാണ്. ഓക്കെ, നല്ല ടയർഡാണ്. നല്ല കഴിക്കാനിപ്പോൾ നല്ല ദോശ, ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ എന്താ സുഖം അറിയും. കാണിച്ചു തരാം. നമ്മൾ മാറ്റിലുണ്ടായിന് ചളി, പൊടി, മണ്ണ് ഒന്നായിട്ടാണ് കേട്ടോ ഈ കൂട്ടി വെച്ചത്. ഇതൊക്കെ 1.5 പൊടി ഉണ്ടായിരുന്നു. കാരണം 3 മന്ത് ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അതിനും വലിയ പൊടി ഇട്ടെന്നറിയില്ല.
ഇതൊക്കെ ഇനി ഒഴിവാക്കണം. അതേപോലെ ജോയിൻ്റെ ടോയ്സിൻ്റെ അതും പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റാണ്ട്. ഇനി സോഫ ക്ലീൻ ആക്കാണ്ട് ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സോഫ വാഷ് ചെയ്യണം. അതിനുശേഷം പുറത്ത് മാറ്റ് വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം അടിച്ചിട്ട് കഴുകണം കേട്ടോ. ഇപ്പോൾ 1 2 3 3 മാറ്റുണ്ട്. എന്താ ഇത് ഡെറ്റോളാണ് കേട്ടോ. കാരണം ഡെറ്റോൾ കലക്കി വെച്ചാൽ ഇതൊക്കെ വെച്ചാണ്ട് വേണം വാഷ് ചെയ്യാൻ. നമ്മൾ ദോശയൊക്കെ കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ടയേർഡാണ്. ഇനിയിപ്പോൾ ദോശ വാങ്ങാനിപ്പോൾ പോകാനൊന്നും നേരമില്ല. അപ്പോൾ കുബൂസ് ഉണ്ടായിരുന്നു, നല്ല മിഞ്ഞാന്നത്തെ മീൻകറി പഴക്കം കൂടും തോറും ടേസ്റ്റ് കൂടുന്ന. അപ്പോൾ മീൻകറിയും കുബൂസൊന്ന് ചൂടാക്കിയാണ്. നമ്മുടെ പ്രവാസികളുടെ ദേശീയ ഭക്ഷണമാണ് കുബൂസ്, അതറിയോ? അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. പുറത്തത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഉള്ളിലിപ്പോൾ ക്ലീനിങ് അതും കൂടി കഴിഞ്ഞ് എപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ സൺഡേ എങ്ങനെയാണ് പോയിട്ട് കേട്ടോ, അതാണ് ഉണ്ടാവുക. അപ്പം നല്ല മീൻ കറി ചൂടാക്കിയാണ്ട് കുബൂസും കൂടി കൂട്ടിയാണ് നമുക്കൊരു അടി അടിച്ചെടുക്കാം. നല്ല മത്തിക്കറി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു മത്തി. അവിടെ പുളിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുളക് കറി ഉണ്ടാക്കിയിരുന്നു. സൂപ്പറായിരുന്നു. കാരണം മിഞ്ഞാന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ടേസ്റ്റ് കൂടിയാണ്. പിന്നെ എന്നാ നമ്മൾ നാട്ടിൽ തന്നെ സാധാരണ തലേന്നത്തെ കറി ഉണ്ടെങ്കിലും അത് വേണോ വെച്ചിട്ടുണ്ടാണ് ഒഴിവാക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എത്ര ദിവസം കറിയാണെങ്കിലും ചൂടാക്കി കഴിക്കും. അതാണ് പ്രവാസികൾ. പിന്നെ അതൊന്ന് ഫിനിഷ് ആയിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിലാണ് എൻ്റെ യൂട്യൂബിൻ്റെ റീച്ചും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.